ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കണം കേട്ടോ. ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് ഇതൊക്കെ പിടിച്ച് ഞാൻ സംസാരിക്കണം. നിങ്ങൾക്ക് ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. പക്ഷേ എന്താണ് ഇൻട്രോ കൊടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ പാലെടുക്കുന്നത് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് മതി കേട്ടോ. അപ്പം ഞാൻ ചെറിയ കപ്പാണെങ്കിലും 1 കപ്പ് ഒഴിച്ചു, അത്രയും വേണ്ട കേട്ടോ, ശ്രദ്ധിക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി, മല്ലിയിലയാണ് ഞാൻ ഇട്ടേക്കണത് കേട്ടോ. അതും ഇതിലോട്ടിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, അത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. എരിവ് കൂട്ടണോ കുറയ്ക്കണോ അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് പച്ചക്കറികൾ എടുക്കുന്നുണ്ട്. സവാള, ക്യാപ്സിക്കം, ബീൻസ്, കുക്കുംബർ, ഇത്രയൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പച്ചക്കറികൾ. അപ്പോൾ ഇതേ ഇട്ട് കൊടുത്ത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി വേറെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ഓട്സ് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ മിക്സഡ് സീഡ്സൊക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ, കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റിന് വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. അത് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെയും ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പാൽ കുറച്ച് കൂടിപ്പോയി, അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അറിയാമല്ലോ അത് എത്ര കൂടുതലാണോ കുറവാണോ എന്ന്. കാരണം ഈ പച്ചക്കറികളിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസാവും. അപ്പോൾ അത്രയ്ക്കും ലൂസാവണ്ട, കുറച്ച് ടൈറ്റ് ആവണം. ഓവറായിട്ട് ടൈറ്റ് ആവും ചെയ്യരുത്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ, അതുകൊണ്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ. ഏകദേശം നമ്മുടെ ബാറ്ററൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ നമ്മുടെ ഈ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പരുവത്തിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കണ്ടോ, കുറച്ച് ഒലിച്ചു പോകുന്നുണ്ടോ സൈഡിലോട്ട്, അത്രയും വേണ്ട. കുറച്ച് ഇങ്ങനെ കട്ടിക്ക് നിൽക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എടുക്കാൻ. പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലൂസായിട്ടോ. പിന്നെ അത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ മതി കേട്ടോ വേവിച്ചെടുക്കാൻ നമ്മൾ. എന്നിട്ട് ഞാൻ ഇതിലോട്ട് പിന്നെ നെയ്യില്ലേ, നെയ്യൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ശരിയായോ എന്നൊക്കെ ഒന്ന് നോക്കിയത്, കറക്റ്റായിട്ട് കിട്ടിയോ എന്നൊക്കെ നോക്കിയതാട്ടോ. അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് അപ്പം അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ എന്നിട്ട് ഓംലെറ്റ് അല്ലെങ്കിൽ മറ്റേ പിസ്സയൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിലൊക്കെ ആദ്യം എനിക്ക് തോന്നിച്ചു കേട്ടോ. ഇങ്ങനെ 2 ഭാഗത്തും ഞാൻ നെയ്യ് പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ബട്ടർ പുരട്ടി കൊടുത്താലും മതി. നമ്മുടെ പാനിൽ നല്ല രീതിയിൽ ബട്ടർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ രീതിയിൽ വേണം നമ്മൾ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാൻ. ഇത് കുഞ്ഞതായിട്ട് എല്ലാവരും ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഞാനിപ്പോൾ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് പാൽ കുറച്ച് കൂടിപ്പോയത് കൊണ്ടാണ് കേട്ടോ. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ കേക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ നമുക്ക് സോസൊക്കെ
ഉപയോഗിക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ സോസ് ഇല്ലായിരുന്നു. പുറത്തുനിന്ന് മേടിക്കുന്ന സോസിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളത് മേടിക്കാഞ്ഞത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓംലെറ്റ് അല്ലെങ്കിൽ പിസ്സ അങ്ങനെയൊക്കെ തോന്നി, എനിക്ക് തോന്നിയതായിരിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പാൻ കേക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ മഴയൊക്കെ തോർന്നു കേട്ടോ, ഏകദേശം കുറച്ച് തോർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വേഗം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.